പോലീസിനെതിരെ കൊലവിളിയുമായി CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. കോൺഗ്രസ് CPM സംഘർഷത്തിനിടെ പോലീസ് പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ കയറി ലാത്തി വീശിയതിനെതിരെയാണ് കൊലവിളി. ലാത്തി വീശിയ പോലീസുകാരന്റെ മുഖം CCTVയിൽ തെളിഞ്ഞിട്ടുണ്ടെന്നും ഡിവൈഎസ്പിയും CIയും ഒക്കെ ഇവിടെ തന്നെ ഉണ്ടാകുമല്ലോ എന്നും വെല്ലുവിളി. തങ്ങൾക്കുള്ളതുപോലെ നിങ്ങൾക്കും കുടുംബമൊക്കെ ഉണ്ടല്ലോ എന്നും EN സുരേഷ് ബാബു. അപ്പൊ തന്നെ ഞാൻ അവരുടെ പേരോ മറ്റൊന്നും പറയുന്നത്, കാരണം കുറെ കാലം ഉണ്ടല്ലോ, നമുക്ക് കാണാലോ, പല തെരുവീതികളിലും വെച്ച് കാണാലോ, ഇനി ഉണ്ടല്ലോ സമയം. CCTVയിൽ ഞങ്ങളെ തല്ലുന്ന ഫോട്ടോ പോലെ തന്നെ പോലീസുകാരൻ നിന്റെ ഫോട്ടോയും പതിഞ്ഞിട്ടുണ്ട് അവിടെ. അത് മനസ്സിലാക്കുക. എനിക്കും വീടുണ്ട്, കുട്ടിയുണ്ട്, കുടുംബമുണ്ട്. ഞങ്ങൾക്ക് മാത്രമല്ല, ഞങ്ങൾ ഭരണത്തിലിരിക്കുമ്പോൾ വളരെ സംയമനം പാലിച്ചിട്ടാണ് സംസാരിക്കുക, അല്ലെ? കാരണം ഗവൺമെന്റിന് യാതൊരു ഓർഡർ കേൾക്കാൻ പാടില്ല എന്നുള്ളത് നമുക്ക് വലിയ ഉത്തരവ്, പോലീസിനേക്കാൾ ഉത്തരവാദിത്തമാണ്. ഇനി ഞങ്ങൾക്ക് മുകളിൽ ആകാശം താഴെ ഭൂമിയേ ഉള്ളൂ. അത് മനസ്സിലാക്കുക. അരുൺ ആലത്തൂർ ചേരുന്നു ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, ഇതിനു മുൻപും പലപ്പോഴും ഇത്തരത്തിൽ CPM നേതാക്കൾ പോലീസ് സ്റ്റേഷനിൽ കയറി പ്രതികളെ രക്ഷിക്കുകയും മുദ്രാവാക്യം മുഴക്കുകയും ഭീഷണി മുഴക്കുകയും ഒക്കെ ചെയ്യുന്നത് സ്ഥിരം പതിവ് തന്നെയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പോലീസിനെതിരെ കൊലവിളി മുഴക്കിയിരിക്കുകയാണല്ലോ CPM പാലക്കാട് ജില്ലാ സെക്രട്ടറിയായ EN സുരേഷ് ബാബു. ഈ കോൺഗ്രസ് CPM സംഘർഷത്തിനിടെ പോലീസ് പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ കയറി ലാത്തി വീശിയതിനെതിരെയാണോ ഇത്തരത്തിൽ വളരെ പ്രകോപനപരമായ രീതിയിൽ വീട്ടിലെ കുടുംബാംഗങ്ങളെ അടക്കം സൂചിപ്പിച്ചുകൊണ്ടുള്ള EN സുരേഷ് ബാബുവിന്റെ ഈ ഭീഷണി? തീർച്ചയായിട്ടും ഇന്നലെ പാലക്കാട് ഈ രമേഷ് പിഷാരടി വിജയിച്ച ആ വിജയാഹ്ലാദ പ്രകടനം വരുന്ന സമയത്തായിരുന്നു അത് CPMന്റെ പാലക്കാട് ജില്ലാ ഓഫീസിന്റെ മുന്നിൽ എത്തിയപ്പോൾ സംഘർഷത്തിൽ കലാശിച്ചത്. ഈ കോൺഗ്രസുകാരും CPMകാരും തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കല്ലുകൾ എറിയുകയും സോഡാക്കുപ്പി എറിയുകയും ഒക്കെ ആയിരുന്നു. ഈ സമയത്തായിരുന്നു പെട്ടെന്ന് പോലീസ് ഈ CPM പ്രവർത്തകർക്ക് നേരെ ലാത്തി വീശിയത്. ആ ലാത്തി വീശിയപ്പോൾ ആ റോഡിൽ നിന്ന് ലാത്തി വീശി പിന്നീട് ഈ പ്രവർത്തകരെ CPMന്റെ പാർട്ടി ഓഫീസിനകത്തേക്ക് കയറ്റുകയും ആ ഓഫീസിനകത്ത് കയറി വരെ ലാത്തി വീശി അവരെ മർദ്ദിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ആ സംഭവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് CPM നടത്തിയ ഒരു പ്രതിഷേധ പരിപാടിയിലാണ് ഇത്തരത്തിൽ പോലീസിനെ വെല്ലുവിളിച്ചുകൊണ്ട് CPMന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു രംഗത്തെത്തിയിരിക്കുന്നത്. ഡിവൈഎസ്പിയും CIയും ഒക്കെ ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ, ഇവിടെ പോലീസുകാർ അതിന്റെ മുഖം പാർട്ടി ഓഫീസിലെ CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്, ഇനി ഇങ്ങോട്ട് കയറിയാൽ ഞങ്ങൾ വിടില്ല, ഞങ്ങൾക്കുള്ളതുപോലെ നിങ്ങൾക്കും കുടുംബവും കുട്ടികളും ഒക്കെ ഉണ്ടല്ലോ എന്ന തരത്തിലുള്ള ഭീഷണിയാണ് സുരേഷ് ബാബുവിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഭരണത്തിലുള്ളപ്പോൾ ഞങ്ങൾ കുറച്ച് സംയമനം പാലിക്കും, ഇനി ഞങ്ങൾക്കൊന്നും നോക്കാനില്ല, ഞങ്ങൾക്കിനി മുകളിൽ ആകാശവും താഴെ ഭൂമിയാണ്, നമുക്ക് ഇനിയും സമയമുണ്ട്, നല്ല രീതിയിൽ തെരുവിൽ വെച്ച് കാണാമെന്നും എവിടെ വെച്ചും എങ്ങനെയും കാണാൻ ഞങ്ങൾക്കൊരു മടിയും ഇല്ല എന്നും, ഞങ്ങൾ ഓഫീസിലേക്ക് ഒരു കല്ല് വീണപ്പോൾ ഒരുപാട് ആളുകൾ കൂടിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങൾ ന്യായമായി പോകുന്നതായിരിക്കും നല്ലത്, നാടിന്റെ ക്രമസമാധാനം നല്ല നിലയിൽ കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് തങ്ങൾ. പക്ഷെ പോലീസ് ഇങ്ങനെയാണെങ്കിൽ പോലീസിന് നേരെ ശക്തമായ പ്രതികരണം ഉണ്ടാകുമെന്ന തരത്തിലുള്ള ഒരു ഭീഷണി മുഴക്കിക്കൊണ്ടുള്ള ഒരു പ്രസംഗമാണ് ഈ പരിപാടിക്കിടെ CPMന്റെ ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഏതായാലും CPM പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഈ പോലീസുകാരുടെ കൃത്യമായിട്ട് അവരുടെ ചിത്രങ്ങളും അതുപോലെ മറ്റുമൊക്കെ അവർ ശേഖരിച്ച് വെച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവരെ തെരുവിൽ തന്നെ നേരിടുമെന്നുള്ള ഭീഷണി കൂടെയാണ് ഇപ്പോൾ CPMന്റെ ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ശരി, അരുൺ ആലത്തൂറാണ് വിവരങ്ങൾ നൽകിയത്.